നമുക്ക് കിട്ടിയിരിക്കുന്നത് നത്തിങ് ഫോൺ 1. കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധനം ഡെഡ് തന്നെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ CPU-ൻ്റെ കംപ്ലയിൻറ്റ്, അതായത് ക്രാഷ് ഡംപ് മോഡ് നീതി കാണിക്കുക അല്ലെങ്കിൽ ഡെഡായി പോവുക. ഈ രണ്ട് കംപ്ലയിൻറ്റ് ഈ ചില സമയത്ത് ഷോർട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 80% കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് CPU ആണ്. ഇതാണ് CPU വരുന്നത്. SM7325 ആണ് CPU വരിക. കുറച്ച് വലിയൊരു CPU ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ CPU ചെയ്യാന്നുള്ളതാണ്. അതായത് ക്രാഷ് ഡംപ് മോഡ് നീതി കാണിക്കുന്നത് CPU-നെ കൊണ്ട് വരാറുണ്ട്, പിന്നെ ചിലത് EMMC-നെ കൊണ്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് CPU ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നവർ ഫുള്ളായിട്ട് കാണാം. എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം എന്തായാലും കമൻറ്റായിട്ട് പറയണം. ഇതിപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈഡിൽ നമുക്ക് ഇടാൻ പറ്റിയ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷീൽഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഭാഗത്ത് മാത്രം ജസ്റ്റ് കട്ട് ചെയ്യാം. കേസ് എന്നിട്ട് ചെയ്തിട്ട് ഓണായിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതിൻ്റെ UFSും കൂടെ ചെയ്യണം, അത് ഉറപ്പാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 250 എയറിലിട്ടിട്ട് നമ്മളിതിൻ്റെ സൈഡിലുള്ള ഗമ്മ് വലിയ മറ്റേ അധികം ഹാർഡൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഈ സ്ക്രാപ്പർ വെച്ചിട്ട് മെല്ലെ 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 ഉരച്ചെടുക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഉരച്ചെടുക്കുക. അധികം അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡിൻ്റെ താഴത്ത് പ്രിൻറ്റും കണക്ഷൻസും വരുന്നതാണ്, അത് കട്ടായി പോവും, പിന്നെ ഭയങ്കര പണിയാണ് ഇടാൻ. എന്നതിന് ശേഷം നമ്മൾ ഒരു 350-ൽ ഒരു 70 എയർ ഇട്ടിട്ട് ബോർഡൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ബോർഡ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും ഹീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഡയറക്റ്റ് IC-ൻ്റെ മുകളിലേക്ക് ഹീറ്റ് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് IC-ക്ക് കൊടുക്കുന്ന സമയത്ത് ബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒബ്സർവ് ചെയ്യും. ഹീറ്റ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ടൈം IC-ക്ക് ഹീറ്റ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, IC കംപ്ലൈൻ്റ് ആവും. നേരെ മറിച്ച് ആദ്യമേ നമ്മൾ ബോർഡ് ഹീറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്സർവേഷൻ ടൈം നമുക്ക് IC-ക്ക് കൊടുക്കേണ്ട ടൈം വരില്ല. അപ്പോൾ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതണ്ട കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, IC ലിഫ്റ്റ് ചെയ്യുക. അത് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക്. എന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവും. OnePlus-ൽ ചിലത് നമുക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ OnePlus ചില ബോർഡ് ഭയങ്കര എന്താ പറയുക, മറ്റേ IC ഒക്കെ പെട്ടെന്ന് ലീക്കേജ് ആവും. അപ്പോൾ ഇതിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെഡ്മി, പോക്കോ, അതേപോലെ തന്നെ ഈ നത്തിങ് ഫോൺ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഹീറ്റ് ബോർഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് IC-ക്ക് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗത്ത് കൂടി ബോർഡിലേക്ക് ഒബ്സർവ് ചെയ്ത് എല്ലാ ഭാഗത്തും ഹീറ്റ് കൺസ്യൂം ചെയ്തതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ, IC ഹീറ്റ് കുറച്ചും കൂടി ഹീറ്റ് ആവാൻ തുടങ്ങുള്ളൂ. ആദ്യമേ നമ്മൾ ബോർഡ് ഹീറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ IC-ക്ക് കൊടുക്കുമ്പം IC-ക്ക് ലൈഫ് കിട്ടും. കൂടുതൽ ടൈം എന്താക്കണ്ട, ഹീറ്റ് കൊടുക്കണ്ട. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു 80% ചാൻസ് ഉണ്ട്. എന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ അതിൻ്റെ മുകളിലുള്ള ലെഡ് വലിച്ചെടുക്കുക. അയൺ ഉണ്ട്, ഒരു 350 ഹീറ്റിൽ നമ്മൾ വലിച്ചെടുക്കുക. എന്നതിന് ശേഷം 138-ൻ്റെ PPD-യും ഫ്ലെക്സും ഇട്ടിട്ട് കൺവേർട്ട് ചെയ്യുക. 138-ൻ്റെ ഫ്ലെക്സ് അല്ല കേട്ടോ, ഫ്ലെക്സ് സാധാരണ ഫ്ലെക്സ്. 138-ൻ്റെ PPD ഇട്ടിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് അയൺ കൊണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉരച്ചു കൊടുക്കുക, എല്ലാം കൺവേർട്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ വിക്ക് വെച്ചിട്ട് മെല്ലെ മെല്ലെ വലിച്ചെടുക്കുക. അതായത് ഇങ്ങനെ ഇട്ട് ഉരതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ തിരുമ്പുന്ന കല്ലിൻ്റെ മുകളിൽ നിന്ന് ബ്രഷ് എടുത്തിട്ട് ഉരക്കുന്നതിനോട്ട് ഉരക്കരുത്. ജസ്റ്റ് സ്റ്റെപ്പായിട്ട് മെല്ലെ അങ്ങോട്ട് മെല്ലെ വലിച്ചെടുക്കാനേ പറ്റുള്ളൂ. അധികം ഓവറായിട്ട് വരുത്തുന്ന സമയത്ത് പ്രിൻറ്റ് ഡാമേജ് ആവാനും പ്രിൻറ്റ് ഷോർട്ട് ആവാനും പ്രിൻറ്റ് പൊരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. 350 കേട്ടോ ഞാനിത് അയണിയിട്ടിട്ട്. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബഡ്സ് വെച്ചിട്ട് നിങ്ങളേതാണ് ക്ലീനർ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് നെറ്റോൻ്റെ ആണ്. നെറ്റോൻ്റെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സാധനമാണ്. പിന്നെ റിലീഫിൻ്റെ RL1000 ഉണ്ട്, അതും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനം. എന്നതിന് ശേഷം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഹീറ്റിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്ലേഡോ, അല്ലെങ്കിൽ ഞാനിതിപ്പോൾ നമ്മളെ ഈ എന്താ പറയുക സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നൊരു ചെറിയൊരു ബ്ലേഡുണ്ട്, ആ സാധനത്തിൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സൈഡത്തെ ഗമ്മ് ഒരു 250 ഹീറ്റ് ഇട്ടിട്ട് ഇതുകൊണ്ട് മെല്ലെ ചെത്തി കൊടുക്കുക. ഓവറായിട്ട് പ്രഷർ ചെയ്യരുത് കേട്ടോ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഡാമേജ് ആവും. മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരുതി എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഓരോ സെക്ഷൻ, അതായത് സൈഡ് മാത്രമല്ല കേട്ടോ, ആദ്യം നമ്മൾ സൈഡ് പറ്റുമെങ്കിൽ സൈഡ് എടുക്കുക. സൈഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള നോക്കിയാൽ മതിയല്ലോ. എന്നിട്ട് മെല്ലെ എടുക്കുക. ഈ എടുക്കുന്ന സമയത്തും ഒരു കാരണവശാലും ചില ആൾക്കാർ 60 മിനിറ്റ് കൊണ്ട് ചെയ്ത്, ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്ത്, 30 മിനിറ്റ് കൊണ്ട് ചെയ്തെന്നൊക്കെ പറയും. പക്ഷേ ചെയ്തോ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യേണ്ടതല്ല. പക്ഷേ ബിഗിനേഴ്സ് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിലേ അത് ചെയ്യാൻ നിൽക്കരുത്. ആദ്യം ഇതിൻ്റെ മുകളിൽ ട്രൈ ചെയ്ത് സെറ്റായതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഡെഡാകുന്ന സമയത്ത് എന്താവും, പണിയാവും. ഇത് വീണ്ടും പറയുകയാണ്, ഈ CPU എന്ന് പറയുന്ന സാധനം ഞാൻ ഈ സാധനത്തിൽ, അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഒരു പ്രാവശ്യം ചെയ്തത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ സാധനം 3 പ്രാവശ്യം ചെയ്തിട്ടാണ് ഓണായത്. ചില സമയത്ത് 2 പ്രാവശ്യം ചെയ്ത് ഓണാവാറുണ്ട്. പക്ഷേ വീഡിയോയിൽ 3 പ്രാവശ്യം ചെയ്യുന്ന ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മടിയാവും. ഞാനിൽ ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന ഇട്ടിട്ടുള്ളൂ. പക്ഷേ 3ാമത്തെ പ്രാവശ്യമാണ് സെറ്റ് ഓണായത്. 3 പ്രാവശ്യം CPU എടുത്തിട്ടപ്പോഴാണ് സാധനം ഓക്കെ ആയത്. പിന്നെ അത് എല്ലാവരുടെ അവസ്ഥ തന്നെയാണ് ചെയ്യണത്. എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ഉള്ള കാര്യം പറഞ്ഞാണ്. ചിലപ്പോൾ ഞാൻ 1 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാലൊന്നും എൻ്റെ റെഡി ആവാറില്ല. 2 3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡി ആവുള്ളൂ. അപ്പോൾ 1 പ്രാവശ്യം ചെയ്തിട്ട് റെഡി ആയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒഴിവാക്കാൻ നിൽക്കരുത്.
2 പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ എടുക്കുന്നുണ്ട്, സെറ്റ് ഓൺ ആവുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നേരെ UFS വെക്കുക, റീബോൾ ചെയ്യുക, കറക്റ്റായിട്ട് വെക്കുക, സിസ്റ്റത്തിൽ എടുക്കുന്നുണ്ട് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ഓൺ ആവേണ്ടതാണ്, ഒരു 95% ഓൺ ആവേണ്ടതാണ്. ഇതിപ്പം അങ്ങനെ ഈ ഗമ്മ് കാര്യങ്ങൾ മറ്റേ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ഫ്ലെക്സ് ഇട്ടിട്ട് മെല്ലെ വരതി എടുക്കുക. റോസിൻ ഫ്ലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കുഴപ്പമൊന്നുമില്ല, ഏത് ഫ്ലെക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും റോസിൻ ഫ്ലെക്സ് ആകുമ്പോൾ കുറച്ചും കൂടി തിളങ്ങും, മിന്നി തിളങ്ങും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് റോസിൻ യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് നോർമലി നമ്മളെ മറ്റേ മെക്കാനിക്കിൻ്റെ ഫ്ലെക്സ് യൂസ് ചെയ്യാറുണ്ട്. ട്യൂബ് ഫ്ലെക്സ് ആണ്, മെക്കാനിക്ക് UV ഫ്ലെക്സ് വരും. എല്ലാം പിന്നെ ആംടെക് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നതിന് ശേഷം നല്ലോണം വരുതിയെടുക്കുക. പിന്നെ അയണ് ഞാൻ യൂസ് ചെയ്യുന്ന T12X ആണ്. മറ്റേ T210 എന്നുള്ള സാധനമുണ്ട്, അത്യാവശ്യം നല്ല സാധനമാണ്, അത്യാവശ്യം നല്ല ഹീറ്റും ഉണ്ട്. അതായത് നമുക്ക് പിടിക്കാനും നല്ലതാണ്, നല്ല രസമുണ്ടായി യൂസ് ചെയ്യുന്നത്. അധികം യൂസ് ചെയ്ത് വയ്ക്കും, പക്ഷെ അത് വാങ്ങിച്ചിട്ടില്ല, അത് വാങ്ങിക്കണം. അപ്പോൾ അയണൊക്കെ ഇനി ആരും വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ T210 അയൺ വാങ്ങിച്ച അടിപൊളി സാധനമാണ്. എന്നിട്ട് ഇതിപ്പം വിക്ക് വെച്ച് ഫുള്ള് വരച്ച് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം ബഡ്സിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ടിന്നർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ നെറ്റോ ഏതാണ് ക്ലീനർ നിങ്ങളെടുത്തുള്ള, അതുകൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്ത് മൊഞ്ചാക്കി എടുക്കുക. അപ്പം ഫുള്ള് മൊഞ്ചാക്കി നല്ല വൃത്തിയാക്കി മിന്നി തിളക്കിയതിന് ശേഷം അതാണ് എടുത്ത് മാറ്റിയേക്കുക. ഇനി അടുത്ത് നമ്മൾ ഐസി നമ്മൾ ഇതേ സെയിം മെത്തേഡ് ഫ്ലെക്സ് ഇടുക. എന്നതിന് ശേഷം ആദ്യം നമ്മൾ അതിൻ്റെ മുകളിലുള്ള ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആദ്യം ഉണ്ടാകുന്ന ലഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊക്കെ ഇങ്ങ് പോരട്ടെ. എന്നതിന് ശേഷം നമ്മൾ വിക്ക് വെച്ചിട്ട് 350 മേളിൽ ഹീറ്റ് ഇടാൻ നിൽക്കരുത്, IC ബേൺ ആവും, അല്ലെങ്കിൽ IC ഡെഡ് ആവും, പല പ്രശ്നങ്ങൾ വരും. എന്നിട്ട് മെല്ലെ വലിച്ചെടുക്കുക. ഫുള്ള് ലെഡ് ഇങ്ങനെ മറ്റേ വിക്ക് വെച്ച് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്നെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ബ്ലേഡ് കൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇത് മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ 2UL സെറ്റ് വരുന്നുണ്ട്, നമ്മൾ ഈ IC പൊക്കണ സാധനം അതിലുണ്ട്. നമ്മൾ ICൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തൊരു ബ്ലേഡ്, ഒരു എന്താ പറയുക, ഒരു ക്രോസ് ആയിട്ട് വരുന്നൊരു സാധനം, ആ സാധനം കൊണ്ട് ഉണ്ടായാലും മതി. അതുകൊണ്ടും ഇങ്ങനെ ചെത്താം. എൻ്റെ ആ സാധനം പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. പിന്നെ പ്രശ്നമില്ല, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഈ സാധനത്തിനാകെ എനിക്ക് തോന്നുന്നു 70 രൂപ 80 രൂപ കണ്ടുള്ള ഒരു പാക്കറ്റിൽ 3-4 ബ്ലേഡ് ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനത്തെ ബ്ലേഡല്ല, നമ്മളെ സൈഡ് ഇങ്ങനെ ഗമ്മ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ട്, IC ലിഫ്റ്റ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ട്. ആ സാധനത്തിൽ പെട്ടൊരു സാധനം ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെന്ന് മാത്രം. എന്നിട്ട് ഫുള്ള് ഇതാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഈ ചില ഈ സൈഡിലുള്ള ഇതുണ്ടാവും, നമ്മൾ മറ്റേ കണക്ഷൻസ് ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കാർബൺ പിടിച്ചിട്ട് ഇങ്ങനെ കറുത്ത് കിടക്കും. ആ സാധനം കുറച്ചും കൂടി സിമ്പിളായിട്ട് എങ്ങനെ ആക്കുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് PPD 138 PPD ഇട്ടിട്ട് ഫ്ലെക്സ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു IC CPU-ൻ്റെ അല്ലെങ്കിൽ നാൻഡിൻ്റെ ഏതെങ്കിലും ഒരു IC എടുത്തിട്ടിട്ട് മുകളിൽ കൂടി ഒരു 300-ലോ അല്ലെങ്കിൽ 320-ലോ ഹീറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ IC ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ള PPD പറ്റി പിടിക്കും. ഇത് ഒരുവിധ ICക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അതാവുന്ന സമയത്ത് ഡയറക്റ്റ് ICക്ക് ഹീറ്റും കൊള്ളുന്നില്ല, നമ്മൾ ഈ പറയുന്ന മേളിൽ വെച്ചിട്ടുള്ള ICക്കാണ് ഹീറ്റ് കൊള്ളുന്നത്. കൂടെ നമ്മളിതിങ്ങനെ വരച്ചെടുക്കുമ്പോൾ അടിയിൽ PPD-നെ കൊണ്ടാണല്ലോ വരച്ചെടുക്കുന്നത്, പ്രിൻറ്റും പോവില്ല, കണക്ഷൻസ് എല്ലാം പിടിക്കുകയും ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഈ സാധനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ്. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം ഇൻ കേസ് എവിടെയെങ്കിലും പിടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം എന്തായാലും പിടിക്കുന്നുള്ള ഉറപ്പാണ്. എന്നതിന് ശേഷം നമ്മൾ വിക്ക് വെച്ചിട്ട് വീണ്ടും മെല്ലെ വലിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഈ ചില ആൾക്കാരുണ്ട് ഈ സാധനം മറ്റേ ഈ ലെഡ് പിടിക്കാൻ വേണ്ടിയിട്ട് അയണിനെ കൊണ്ട് ഡയറക്റ്റ് മറ്റേ PPD ഇട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തും. ആ സമയത്ത് പ്രിൻറ്റ് ഷോട്ടാണ് ചാൻസ് വളരെ കൂടുതലാണ്. അതിനെക്കാട്ടി കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞതേ 138 ആകുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്ററാണ്. 300 320 ഇടണമെന്നില്ല, 280 ഇട്ടാലും മതി. പക്ഷേ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് മാത്രം. നിങ്ങൾ 280-ലൊക്കെ ഇട്ടാലും മതി, അതിൽ കൂടുതലാക്കണമെന്നില്ല. എന്നിട്ട് ഫുള്ള് ഇതാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബഡ്സ് കൊണ്ട് വീണ്ടും നല്ലോണം ക്ലീൻ ചെയ്യുക. ഇൻ കേസ് സൈഡിൽ എവിടെയെങ്കിലും ഗമ്മ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ സൈഡിൽ അതേപോലെ തന്നെ ICൻ്റെ സൈഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ 4 ഭാഗം ഗമ്മ് കട്ട് ചെയ്തല്ലോ, ആ 4 ഭാഗത്ത് എന്ത് ചെയ്യുക, ഈ സാധനം കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ IC ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പോർഷൻ കിട്ടുമല്ലോ. ചിലപ്പോൾ അപ്പുറത്തുള്ള കപ്പാസിറ്ററിലേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ടാവും. ആദ്യം ഗമ്മ് നേരെ ആയിരിക്കും, നമ്മൾ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ കൂർത്തിട്ട് കൈ ഉണ്ടാകുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറും, കുറച്ച് ഇടത്തോട്ട് മാറും, കുറച്ച് വലത്തോട്ട് മാറും. കാരണം ഇതിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. മറ്റേ 7125 മറ്റേ നമ്പർ ഓർമ്മയുള്ളൂ, X2-ൻ്റെ X3-ൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ നമ്മളെ മറ്റേ CPU-ൻ്റെ കണക്ഷൻസ്. അതുപോലെയല്ല ഇത് ഫുള്ള് കണക്ഷൻസ് വരുന്നത്. പിന്നെ മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ CPU-ൻ്റെ സാധനം റീബോൾ ചെയ്യാൻ അതിൻ്റേതായ സ്റ്റെൻസിൽ തന്നെ യൂസ് ചെയ്യുക. കോമൺ സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് സ്കില്ല് കൂടും. പക്ഷേ സെയിം സ്റ്റെൻസിലാകുന്ന സമയത്ത് നമുക്ക് 1 ടേക്കിൽ എന്ത് ചെയ്യുക, സാധനം സെറ്റ് ചെയ്യുക. കോമൺ ആകുന്ന സമയത്ത് നമുക്ക് 2 പ്രാവശ്യമോ അല്ല 3 പ്രാവശ്യമോ ഇങ്ങനെ PPD ഇട്ട് ഹീറ്റ് അടിച്ച് ചെത്തി, വീണ്ടും PPD ഇട്ട് ഹീറ്റ് അടിച്ച് ചെത്തി, അങ്ങനെ കളിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ സെയിം സ്റ്റെൻസിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 ടേക്കിൽ എന്ത് ചെയ്യുക,
ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടേക്കിലാക്കുന്ന സമയത്ത് ചില പൊസിഷനിൽ കറക്റ്റ് കിട്ടും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളിതിങ്ങനെ ചെത്തുന്ന സമയത്ത് സ്റ്റെൻസിലിന് കംപ്ലൈൻ്റ് ആകും. ഇതിന് മുമ്പേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെത്താനായിരുന്നു പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലായി. കാരണം സ്റ്റെൻസിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, 1 ടേക്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇൻ കേസ് 1-2 ബോൾ അതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെൻസിലിൻ്റെ മുകളിലുണ്ടാവും, ജസ്റ്റ് ഇങ്ങനെ ട്യൂസർ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് താഴോട്ടൊക്കെ കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറ്റി പിടിക്കും. എന്നിട്ട് പറ്റി പിടിച്ച് ഫുള്ള് സാധനം ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലേശം ഫ്ലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് എന്തായാലും ആക്കണം, ലേശം എന്നല്ല, മറ്റേ നമ്മൾ റീബോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലക്സ് എടുത്ത് അതിൻ്റെ മേളിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഹീറ്റ് അടിച്ച് കൊടുക്കുക. അതായത് ഒന്ന് മിനിക്കുക എന്നൊക്കെ പറയും. നമ്മൾ കറക്റ്റ് നിൽക്കുന്ന പൊസിഷനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വിടർന്ന് നിൽക്കും സാധനം. അതാണ് സംഭവം. അതിങ്ങനെ ഫ്ലക്സ് ഒക്കെ അടിച്ച് ഒന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ബോർഡിലേക്ക് വെക്കുന്ന സമയത്ത് ഓവറായിട്ട് ഫ്ലക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐസിൻ്റെ മുകളിൽ ഓൾറെഡി ഫ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓവർ ഫ്ലക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഐസിൻ്റെ മറ്റേ ബോർഡിൻ്റെ മുകളിൽ ഫ്ലക്സ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വരച്ച് ഫുൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കും. ഇൻ കേസ് ഇടയിൽ ആവാത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതാകുന്ന സമയത്ത് എല്ലാ ഭാഗത്തും എത്തിയിട്ടും ഉണ്ടാവും. ചിലത് നമ്മളിങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയി വരണം എല്ലാ ഭാഗത്തും. ഇത് ഓൾറെഡി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ഓൾറെഡി നമ്മൾ ഐസിൻ്റെ മുകളിലും എന്തുണ്ട്, ഈ ഫ്ലെക്സ് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നിട്ട് കറക്റ്റ് പോർഷൻ, അതായത് അതിൻ്റെ ഡോട്ട് ഉണ്ട്, ഇത് ഇങ്ങനെ ഞാനിപ്പോൾ ഈ ബോർഡ് എല്ലാ ഭാഗത്തും ഹീറ്റ് കൊടുത്തിട്ട് ഡയറക്റ്റ് ഐസിക്ക് പിന്നെ മറ്റേ ഇങ്ങനെ ബോർഡ് പ്രീ ഹീറ്റാക്കി ഐസിക്ക് കൊടുത്തുകൊണ്ട് ഒരു സ്ഥലത്തും പ്രിൻറ്റ് പോയിട്ടില്ല. അല്ലാണ്ട് എടുക്കുന്നത് പ്രിൻറ്റ് പോകാണ്ട് കിട്ടാറുണ്ട്, പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ പ്രിൻറ്റ് പോലും വളരെ കുറവാണ്. ഇതിപ്പോൾ ഒരൊറ്റ പ്രിൻറ്റ് പോലും പോയിട്ടില്ല. ഓൾറെഡി ആ ഐസിയിൽ ഇല്ലാത്ത കണക്ഷൻസാണ് മറ്റേത്, നമ്മൾ പ്രിൻറ്റേ പോയിട്ടില്ല. എന്നിട്ട് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രമിച്ചു നോക്ക്, പറ്റുണ്ടാവുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എന്നതിന് പ്രിൻ്റൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് പോർഷനും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ മറ്റേ മുകളിലത്തെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കി എന്നതിന് ശേഷം കറക്റ്റ് വെക്കുക. പിന്നെ ഞാൻ ഈ ഹീറ്റ് അടിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. അതാണ് ഫസ്റ്റ് ടേക്കിൽ എനിക്ക് ചെയ്യാൻ ടൈപ്പ് ചെയ്തത്. കാരണം ഫസ്റ്റ് ടേക്കിൽ വീഡിയോ ഞാൻ എടുത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ EMFCൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗത്ത് ഞാൻ ഹീറ്റ് കൊടുക്കണേ ഇല്ല. അത് പിന്നെയാണ് ഞാൻ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്. അവിടെ കുറച്ച് മെൽട്ടാൻ കുറേ ടൈം എടുത്തേക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക. വിത്തൗട്ട് മറ്റേ ഇതിലായാലും മതി, മൈക്രോസ്കോപ്പിലായാലും മതി. അതുപോലെ തന്നെ ഐസി പൊക്കുമ്പോൾ വിത്തൗട്ട് മൈക്രോസ്കോപ്പിലാവുന്ന സമയത്ത് പ്രിൻറ്റിങ് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. വിത്ത് മൈക്രോസ്കോപ്പിലാകുമ്പോൾ പ്രിൻറ്റ് പോകാൻ ചാൻസ് കൂടുതലാണ്. വിത്തൗട്ട് മൈക്രോസ്കോപ്പിലാകുമ്പോൾ പ്രിൻറ്റ് പോകാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് ഞാൻ ബോർഡ് പ്രീ ഹീറ്റ് ചെയ്തത് അങ്ങനെയാണ്. ഇതിപ്പോൾ ബോർഡ് ഫുള്ള് സെറ്റ് മറ്റേ ചെയ്ത് എന്നതിന് ശേഷം ഹീറ്റൊക്കെ തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തിട്ടാണ് ഞാൻ ബോഡിയിലേക്ക് ഇടുന്നത്. ഞാൻ ഉള്ള പോലെ പറയാം, മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തിട്ടാണ് ബോഡിയിലേക്ക് ഇടുന്നത്. പിന്നെ ആദ്യത്തെ 2 പ്രാവശ്യം ചെയ്തിട്ട് റെഡി ആയില്ല. പക്ഷേ ഞാൻ വീഡിയോ ഓൾറെഡി എടുത്ത് പിന്നെയും വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ടാസ്ക് അല്ലേ. അങ്ങനെ വീഡിയോ എടുത്ത് ഇത്രയും എത്തുകയും ചെയ്തു. അപ്പോൾ എന്തെങ്കിലും കാട്ടി റെഡിയാക്കാന്നുള്ള ഒറ്റ മൈൻഡിലാണ്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം സാധനം റീബോളൊക്കെ ചെയ്ത് സാധനം ഫുള്ള് നോക്കി ചെക്കിങ് കാര്യങ്ങൾ റീഡിങ് കാര്യങ്ങളൊക്കെ നോക്കി എന്നതിന് ശേഷം നേരെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫ്രെയിമിലേക്ക് ഇട്ട് പവർ ബട്ടൺ അങ്ങ് അമർത്തി വെക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് നത്തിങ് ബട്ടൺ എഴുതി കാണിച്ച് അന്നേരം എനിക്ക് ആശ്വാസമായി. ഇത്രയും നേരം മെനക്കെട്ട ഒരു കാര്യം ഉണ്ടായല്ലോ. കാരണം 2ാമത്തെ പ്രാവശ്യം മറ്റേ റീബോൾ ചെയ്യും, വീണ്ടും വീഡിയോ എടുക്കും, അതും ഓണാവില്ല. 3ാമത്തെ പ്രാവശ്യം ചെയ്യും, വീണ്ടും വീഡിയോ എടുക്കും, അങ്ങനെയാണ് ഓണായത്. അപ്പോൾ ഇത് സാധനം എന്തായാലും റീബോൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സാധനം ഫുള്ളും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയിരിക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് ആയിക്കോട്ടെ, പോക്കോ ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, ഏത് പറയാനാണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കും. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറ്റുന്നതിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോകൾ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോ നമുക്ക് കാണാം.